ഒരു മുസ്ലിം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നതിനു പകരം ദൈവനാമത്തിൽ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു വിരോധവുമില്ല എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഈ ഒരു സംസാരം നാം ടു ദി പോയിൻറ്റിൽ നിർവഹിക്കുന്നത്. നമുക്ക് ടു ദി പോയിൻറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, കേരളത്തിലെ പുതിയ മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മുസ്ലിം മന്ത്രിമാരടക്കം എല്ലാവരും ദൈവനാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചില ആളുകളെങ്കിലും എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞില്ല, അത് തെറ്റായിപ്പോയി, ദൈവനാമത്തിൽ എന്ന് പറഞ്ഞത് അത് ശരിയല്ല എന്ന് വളരെ കുറഞ്ഞ ആളുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ദൈവനാമത്തിൽ എന്ന് വിശ്വാസികൾ മുസ്ലിമീങ്ങൾ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് പ്രമാണങ്ങൾക്കോ ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്കോ എതിരല്ല എന്നുള്ളതാണ്. ഞാൻ ആദ്യം സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യവും അതുതന്നെയാണ്. ദൈവം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങളെല്ലാ ഭാഷാ ഡിക്ഷണറികളും മലയാളത്തിൽ വന്നിട്ടുള്ള അറബി മലയാളം ഭാഷാ ഡിക്ഷണറികൾ പരിശോധിക്കുക. അവിടെ ഇലാഹ് എന്ന പദത്തിൻ്റെ അർത്ഥമായിട്ടാണ് ദൈവം എന്ന് കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷിലാണെങ്കിൽ അത് ഗോഡ് എന്നുള്ളതാണ്. കാരണം എല്ലാവരും എല്ലാ നാട്ടിലും പ്രപഞ്ച സ്രഷ്ടാവിനെ, അവർ ആരാധിക്കുന്ന ദൈവത്തെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണത്. മലയാളികളാണെങ്കിൽ ദൈവം എന്ന് പറയും, ഇംഗ്ലീഷുകാരാണെങ്കിൽ ഗോഡ് എന്ന് പറയും, അറബിയിലാണെങ്കിൽ ഇലാഹ് എന്ന് പറയും. അപ്പോൾ ഇലാഹ് എന്ന പദത്തിൻ്റെ നേർക്കുനേരെ നൽകാവുന്ന അർത്ഥങ്ങളിൽ ഒന്നാണ് ദൈവം എന്നുള്ളത്, ആരാധ്യൻ അല്ലെങ്കിൽ ദൈവം. ഇലാഹ് എന്നുള്ളതാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളിൽപ്പെട്ട ഇസ്മുകളിൽപ്പെട്ട ഒരു പേരാണ്. ഇലാഹ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. അതിന് നേർക്കുനേരെ ഒരാൾ ദൈവം എന്ന് മലയാളത്തിൽ പറഞ്ഞതുകൊണ്ട് യാതൊരു വിരോധവുമില്ല. കാരണം ഇലാഹ് എന്ന പദത്തിന് എന്തായാലും ഏത് ഭാഷയിലും ഒരർത്ഥമുണ്ടാവണമല്ലോ. അത് ഇംഗ്ലീഷുകാർ അതിന് ഗോഡ് എന്ന് പറയുമ്പോൾ മലയാളികൾ അതിന് ദൈവം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭാഷാപരമായി അതിന് തടസ്സമില്ല എന്ന് മാത്രമല്ല, മതപരമായി നോക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് ഇലാഹ്. അതിലേക്ക് അൽ കൂടി ചേർത്ത് പറയുമ്പോഴാണ് അള്ളാഹ് എന്ന പേര് വന്നിട്ടുള്ളത്. അൽ ഇലാഹ് അത് കൂടിച്ചേർന്നാണ് പിന്നീട് അള്ളാഹ് എന്ന പ്രയോഗം വന്നത്. ദി ഗോഡ് എന്നാണ് അപ്പോൾ അർത്ഥം. മലയാളത്തിലാണെങ്കിൽ സാക്ഷാൽ ആരാധ്യനായ ദൈവം എന്ന് അപ്പോൾ അതിനർത്ഥം വരും. അപ്പോൾ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, ദൈവം. അള്ളാഹ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഇലാഹ് എന്ന ആ ഒരു വേർഡിൻ്റെ അർത്ഥമായി കൊണ്ടുള്ള ദൈവം എന്ന പദം മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല, ഇലാഹ് ആരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ദൈവമെന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം കടന്നു വരികയില്ല. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 98-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നമാ ഇലാഹുക്കുമുല്ലാഹ്, തീർച്ചയായും നിങ്ങളുടെ ദൈവം അള്ളാഹു മാത്രമാകുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല, അവനല്ലാതെ വേറെ ദൈവമില്ല. അപ്പോൾ അവിടെ നിങ്ങളുടെ ദൈവം അള്ളാഹു ആകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് മനസ്സിലാക്കുന്ന ഖുർആൻ ഓതുന്ന ഒരു മുസ്ലിമിന് ദൈവമെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അള്ളാഹു മാത്രമാണ് വരുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 37-ാം അധ്യായം സൂറത്തു സ്വാഫാത്തിലെ 4-5 വചനങ്ങൾ നോക്കുക. ഇന്ന ഇലാഹക്കും ലവാഹിദ്, നിങ്ങളുടെ ദൈവം ഏകനാകുന്നു, നിങ്ങളുടെ ആരാധ്യൻ ഏകനാകുന്നു. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണവൻ, അവക്കിടയിലുള്ള സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവാണവൻ. അപ്പോൾ അള്ളാഹു എന്നുള്ളത് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, സകലരുടെയും സൃഷ്ടാവായ, ഏക ആരാധ്യനായ ദൈവമാണ് എന്നുള്ളത് മുസ്ലിമീങ്ങൾ വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ എൻ്റെ ഇലാഹ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ, അത് അള്ളാഹുവല്ലാതെ മറ്റൊരു ദൈവത്തെയും അവർ നിയ്യത്താക്കുന്നില്ല, അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതെങ്കിലും ഒരു ഇസ്മ ഉപയോഗിച്ചുകൊണ്ട് ആ നാമത്തിൽ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ ഒന്നാമതായി അവതരിപ്പിക്കപ്പെട്ട അധ്യായം 96-ാം അധ്യായമാണ്. ഖുർആനിലെ 96-ാമത്തെ അധ്യായമാണ് പ്രവാചകന് ദിവ്യ സന്ദേശമായി ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്ന അധ്യായം. അതിലുള്ളതെന്താണ്?
ഇഖ്റ, നീ വായിക്കുക, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. അവിടെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മറ്റൊരു പേരാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ സൃഷ്ടികർത്താവിൻ്റെ നാമത്തിൽ വായിക്കുക. നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ സ്രഷ്ടാവിൻ്റെ നാമത്തിൽ എന്നുകൂടി അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്രഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ് ഖുർആനും പറയുന്നത്. ആരാണ് സ്രഷ്ടാവ്? മുസ്ലിമീങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മുസ്ലിമീങ്ങളുടെ ദൈവമാരാണ്? എല്ലാവർക്കും അറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞാൽ അവരുടേത് മാത്രമെന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സൂറത്തു സ്വാഫാത്തിലെ 4-5 വചനങ്ങളിൽ സകല പ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവ് അല്ലാഹുവാണ്, സകലരുടെയും ദൈവം അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് ആ വിഷയത്തിൽ പ്രയാസങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചരിത്രത്തിൽ നിന്നൊരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഹുദൈബിയ സന്ധി നടക്കുന്ന സന്ദർഭത്തിൽ, അവിടെ കരാർ എഴുതുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എഴുതാൻ പറഞ്ഞു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോൾ മക്കയുടെ മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് വന്ന സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, അള്ളാഹുവിനെ ഞങ്ങൾക്കറിയാം, പക്ഷേ അള്ളാഹു പരമകാരുണ്യനും കരുണാവാരിധിയുമാണ് എന്ന റബ്ബിൻ്റെ ആ 2 ഇസ്മുകൾ ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ബിസ്മില്ല എന്ന് എഴുതിയാൽ മതി, റഹ്മാനുർ റഹീം എന്ന് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനല്ലേ? ആണ്. അള്ളാഹു റഹീമല്ലേ? ആണ്. അത് പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്? ആണ്. എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അവിടെ ആ കരാർ നടക്കട്ടെ, അതാണ് പ്രധാനം. അതുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവിടെ എഴുതിയിട്ടില്ല എന്നതുകൊണ്ട് അള്ളാഹു റഹ്മാനും റഹീമും അല്ലാതെ ആയി മാറുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ബിസ്മില്ല എന്ന് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ മുഹമ്മദ് റസൂലുള്ള, അള്ളാഹുവിൻ്റെ റസൂലായ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നടത്തുന്ന കരാർ എന്നെഴുതിയപ്പോൾ സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ വിഷയമില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ള എന്നുള്ളത് വെട്ടിയിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതാൻ പറഞ്ഞു. സ്വഹാബികൾക്ക് വിഷമമുണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർ പറയുന്നത് പോലെ എഴുതാം. കാരണം അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ലല്ലോ. വേറെ ആരുടെയെങ്കിലും പേര് പറയുകയാണെങ്കിൽ അപ്പോഴാണ് അതൊരു പ്രശ്നമുള്ളത്. അതേപോലെ തന്നെ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മാൻ റഹീം എന്നുള്ള ആ പേര് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ ബിസ്മില്ല എന്നതിന് പകരം വേറൊരു ദൈവത്തിൻ്റെ പേരായിരുന്നു അവിടെ പറയുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ആശയത്തിന് വിരുദ്ധമല്ലാത്ത, തെറ്റല്ലാത്ത, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ആ രൂപത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. അതുകൊണ്ട് തന്നെ ദൈവനാമത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകമൊരു ദൈവത്തെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് ഈസാ നബിയുടെ നാമത്തിലെന്ന് പറയണമെന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുസ്ലിം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. അല്ലെങ്കിൽ ശ്രീരാമൻ്റെ നാമത്തിൽ, ശ്രീകൃഷ്ണൻ്റെ നാമത്തിൽ എന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും തെറ്റാണ്. എന്നാൽ ദൈവനാമത്തിൽ എന്ന് പറയുമ്പോൾ അത് ഇലാഹ് എന്നതിൻ്റെ നേരെ മലയാള പദമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അവരുടെ ദൈവം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരു മുസ്ലിം അതല്ലാതെ ചിന്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു ഇഷ്യൂ ആക്കേണ്ടുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിലുള്ള ഏറ്റവും വലിയൊരു തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വിമർശന വിധേയമാക്കിയ ആളുകൾ, ആ ആളുകൾ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ടുന്ന എല്ലാ അവകാശങ്ങളും സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കുകയും എന്നിട്ട് അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ യഥേഷ്ടം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരോട് ഇസ്തിഗാസ നടത്തുകയും റബ്ബിൻ്റെ എല്ലാ ഗുണവിശേഷണങ്ങളും സൃഷ്ടികൾക്ക് വകച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് അള്ളാഹ് എന്ന് പറഞ്ഞില്ല, ദൈവമെന്നേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ ഒരു വിരോധാഭാസം. യഥാർത്ഥത്തിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആ നിലക്ക് സ്നേഹിക്കുന്നുവെങ്കിൽ അവർ അവരുടെ ശിർക്കൻ വിശ്വാസങ്ങൾ ഒഴിവാക്കിയിട്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള മർമ്മപ്രധാനമായ വിഷയത്തിലും ഇതേ ഗൗരവം അവർ കാണുകയാണ് വേണ്ടത്. എന്നാൽ ദൈവനാമത്തിൽ എന്ന് പറയുന്നത് ഒരിക്കലും മതവിരുദ്ധമായ ഒരു പ്രയോഗമല്ല. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.